ഈ യാത്ര ആരംഭിക്കുമ്പോൾ ഈ സാംസ്കാരിക തലസ്ഥാന നഗരിയിൽ നിന്നും എനിക്കൊപ്പം തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ അടയാളം ഉണ്ടാവുമല്ലോ. ആ അടയാളങ്ങളിൽ വടക്കുംനാഥൻ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പറയുന്നത് തേക്കങ്കാട് മൈതാനി കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ഐ എം വിജയനാണ്. ഐ എം വിജയൻ ഇല്ലാതെ നമ്മുടെ ഒരു യാത്ര ആരംഭിക്കുന്നില്ല. തൃശ്ശൂരിൽ നിന്നും ഐ എം വിജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് വിജയേട്ടാ. അടിപൊളി. ഇതെന്താ ഡയമണ്ട് നെക്ലേസാ? ഇതാരോ ഗിഫ്റ്റ് തന്നാണെന്ന് തോന്നുന്നു. ഡയമണ്ട് നെക്ലേസ് തന്നെ ഒറിജിനൽ തന്നെ. സംഭവം പൊളിയാണ് അല്ലേ? എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? സാധാരണ ഞായറാഴ്ചയൊക്കെ രാവിലെ എന്താ ചെയ്യാ? രാവിലെ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യാനും കളിക്കാനും ഒക്കെ പോകാറുണ്ടോ? ഞാൻ അവിടെ ജിമ്മിലേക്ക് പോകും, പിന്നെ അവിടെ പിള്ളേരുടെ കൂടെ കളിക്കും. ഉഷാറാണ്. ഉഷാറാണ് സാർ. ഈ പൂരം ഒഴിഞ്ഞു വരുന്ന ഒരു തൃശ്ശൂരിന് വേറൊരു ഭംഗിയാണ്. പൂരത്തിന് വേറൊരു ഭംഗി, പൂരം മാറി നിൽക്കുന്ന തൃശ്ശൂരിന് വേറൊരു ഭംഗി. അല്ല, വടക്കാൻ്റെ കൂടെ ഒരു കാലത്തൊക്കെ വന്നിരിക്കാന്ന് പറഞ്ഞാൽ സാർ ഇപ്പോൾ ലൈവ് ഇങ്ങനെ കൊടുക്കണില്ലേ സാർ? അത് ഇവിടെ നിന്ന് പറയുമ്പോൾ ഒരു വേറെ വൈബാണ് സാർ. പോസിറ്റീവ് വൈബാ ഇവിടെ മൊത്തത്തിൽ. തൃശ്ശൂരിന് പോസിറ്റീവിന്റെ ഒരു കുറവുമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ പോസിറ്റീവ് ആരാവും എന്നുള്ളതാണ് ചോദ്യം. തെരഞ്ഞെടുപ്പൊക്കെ സജീവമാണ്. പ്രദേശത്തൊക്കെ എങ്ങനെയുണ്ട്? ഞാൻ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുന്നൊന്നും ചോദിക്കുന്നില്ല. കാര്യം ഐ എം വിജയനെ സംബന്ധിച്ച് പാർട്ടി ഭേദം ഇനി എല്ലാവർക്കും ഐ എം വിജയനെ ഇഷ്ടമാണ്. മോഹൻലാലൊക്കെ പറയുന്ന പോലെ എന്തോ ഇഷ്ടമാണ് വിജയേട്ടനെ. തീർച്ചയായിട്ടും സാർ. നമുക്ക് പാർട്ടി നമ്മുടെ മനസ്സിലേക്കുള്ളതാണ് സാർ. നമുക്ക് എല്ലാവരുടെയും ഭയങ്കര ഇഷ്ടമാണ് സാർ. അപ്പോൾ ആരുടെ അടുത്ത് പോയാലും, ഇപ്പോൾ എനിക്ക് സഖാവിൻ്റെ അടുത്ത് പോയാലും, ഉമ്മൻചാണ്ടി സാറുള്ളപ്പോഴും പോയാലും, ഇപ്പോൾ ചെന്നിത്തലയിലൊപ്പം പോയാലും, BJPയുടെ അടുത്ത് ആരുടെ അടുത്ത് പോയാലും നമുക്ക് അത് മതി സാർ. ആ ഒരു സ്നേഹം മാത്രം മതി. അല്ലാണ്ട് പാർട്ടി നമ്മുടെ മനസ്സിലേക്കുള്ളതാണ് സാർ. ഓക്കെ. അപ്പോൾ എനിക്കൊപ്പം ഐ എം വിജയനോടൊപ്പം നമ്മുടെ യാത്രയിൽ നമ്മളുടെ റിപ്പോർട്ടറിന്റെ ഞാൻ ചാനലിൽ വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കോളേജ് പഠിപ്പിക്കുകയായിരുന്നല്ലോ. അപ്പോൾ കോളേജ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവധിയെടുത്ത് യാത്ര ചെയ്ത വ്യക്തികളുടെ ഒരാളാണ്. ഹിമാലയത്തിൽ ബദ്രീനാഥ് ആണെങ്കിലും മണയാണെങ്കിലും വാല്യൂ ഓഫ് ഫ്ലവേഴ്സ് ആണെങ്കിലും പലതവണ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം ഈ മലകളൊക്കെ കുന്നുകളും കയറുന്ന സ്ഥലങ്ങൾ. മോഹൻലാലിന്റെ മോൻ പോണ പോലെ കേട്ടോ. കുറച്ച് എനിക്ക് പ്രണവിന്റെ ഈ യാത്രകൾ കാണുമ്പോൾ ഭയങ്കര ബിസിയാണ്. വല്ലാത്തൊരു യാത്രയാണ്. എല്ലാം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ വലിയ ഭാരക്കെട്ടുമായിട്ട് യാത്ര ചെയ്യുന്നതല്ല. നമ്മൾ ഈ കുന്ന് കയറുന്ന സമയത്ത് ട്രക്കിംഗ് ചെയ്തിട്ടുണ്ടോ? ഹിമാലയം ഭാഗത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഹിമാലയ കളിക്കാൻ മറ്റേ ഇതിനെയൊക്കെ പോകാണ്ടല്ലോ. അത് പക്ഷേ ടീമിലുണ്ട്, അല്ലാതെ യാത്രയായിട്ട് പോയിട്ടില്ല, ഹൈക്കിങ്ങിനായിട്ട് പോയിട്ടില്ല. ഇല്ല സാർ. ഈ ഹൈക്കിങ്ങിന് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നൊരു പാഠമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗേജ് ഒരു കുപ്പിയുടെ വെള്ളമാണെങ്കിൽ പോലും കിലോ കണക്കിന് ഭാരം വരും മുകളിലോട്ട് എത്തുമ്പോൾ. കാരണം ഇതിങ്ങനെ മുകളിലോട്ട് കയറുമ്പോഴേ നമ്മളങ്ങ് ക്ഷീണിച്ചു പോകും. കയ്യിലിരിക്കുന്ന ഒരു കടലാസ് പോലും നമുക്ക് ഭാരമായിട്ട് വരും. പ്രണവിന്റെ കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് സാർ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടീഷർട്ടും ഒരു പാൻറ്റും കൊണ്ടാണ് നടക്കുക. നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഏറ്റവും പെട്ടെന്ന് ഉണങ്ങാൻ പറ്റുന്ന ലൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ കൊണ്ടുപോകും. ഇതിന് ഒരു കുപ്പി വെള്ളം പോലും മുതുകി കിടന്നാൽ അത് ഭാരമായിട്ട് തീരും. അപ്പോൾ ജീവിതത്തിൽ വലിയ ഭാരങ്ങൾ കയറ്റി വെക്കരുതെന്നൊരു പാഠം കൂടി നമ്മുടെ യാത്ര പഠിപ്പിക്കും. അപ്പോൾ ഹിമാലയമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. അപ്പോൾ ഭാരങ്ങളില്ലാതെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഭാരരഹിതനായി പോവുക. ഐ എം വിജയനെ പോലെ. ഐ എം വിജയന് പ്രത്യേകിച്ച് ഭാരമൊന്നും ഇല്ലല്ലോ, ഒരു സമ്മർദ്ദവും ഇല്ലല്ലോ. ഇല്ല സാർ. വളരെ ഹാപ്പിയാണ് ഐ എം വിജയനെ സംബന്ധിച്ച്. അല്ലാതെ കളിക്കളത്തിലിറങ്ങുന്ന മനുഷ്യർക്കും യാത്ര ചെയ്യുന്ന മനുഷ്യർക്കും ഒരു പരിധി വരെയുള്ള ഒരു സമാന സ്വഭാവം എന്ന് പറയുന്നത് ഞങ്ങൾക്കാർക്കും വലിയ സമ്മർദ്ദങ്ങളൊന്നുമില്ല. വളരെ ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ? ഫുൾ ഹാപ്പി, ബി പ്രസന്റ് അല്ലേ? ലീവ് ഇൻ ദ പ്രസന്റ് എന്നുള്ളതാണ്. ഈ നിമിഷം ജീവിക്കൂ, വളരെ ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. എന്തിനാണ് അനാവശ്യമായ പ്രാരാബ്ദങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ മനസ്സിൽ? വേണ്ട സാർ. അതെന്തിനോ കൂടുതൽ ടെൻഷൻ എടുക്കും, പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് പോകും. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് കാലം ഇവിടെ ഭൂമിയിലുണ്ട്. ഉള്ള കാലം സന്തോഷമായി ജീവിക്കുക എന്നുള്ള അത്യാവശ്യം സന്തോഷം. കുറച്ച് പൂരങ്ങളൊക്കെ കണ്ട്, കുറച്ച് കളികളൊക്കെ കണ്ട് അല്ലേ? പിന്നെ മെസ്സി വരികയാണെങ്കിൽ മെസ്സി വരുന്ന വരവിൽ നമ്മളൊന്ന് ആഘോഷിച്ച് അല്ലേ? മൊത്തത്തിൽ അങ്ങനെ നമ്മൾ പൊളിച്ചങ്ങോട്ട് പോവുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് കുറേ തെരഞ്ഞെടുപ്പുകൾ കാണണം, കുറേ സ്ഥാനാർത്ഥികളെ കാണണം, തെരഞ്ഞെടുപ്പിൻ്റെ സംവാദങ്ങൾ പഠനം. ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഒരു രീതി കൂടിയാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങൾക്കൊപ്പം റോഷിയും ചൈതന്യയും കൂടി ചേരുന്നുണ്ട്. റോഷി, വെരി ഗുഡ് മോർണിംഗ്. റോഷി, ചൈതന്യ, വെരി ഗുഡ് മോർണിംഗ്. ഇവരാണ് ഇനി മുതൽ ഇലക്ഷൻ വീൽസിൽ നയിക്കാൻ പോകുന്നത്. തൃശ്ശൂർ പൊളിയായിട്ട് പോകുന്നില്ലേ? തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ഉഷാറങ്ങ് വരില്ലേ ഉള്ളിൽ നിന്ന്? പോസിറ്റീവ്, എവിടെയും പോസിറ്റീവ്.